കഴിഞ്ഞ കേരളം സാക്ഷിയാകാൻ പോകുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്കോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കോ നമുക്ക് വോട്ട് ചെയ്യാൻ നിലവിലുള്ള നമ്മുടെ വോട്ടിംഗ് ID വെച്ചിട്ട് നമുക്ക് എന്തില്ല, അവകാശമില്ല, അതിനുള്ള സ്വാതന്ത്ര്യമില്ല. അത് കേന്ദ്ര സർക്കാർ ഇനി പുതുക്കുകയാണ്. SIR-ലൂടെ ഇനി പുതുക്കാൻ പോവാണ്. SIR ഇവിടെ വരുമ്പോ എന്തൊക്കെയാണ് അപകടങ്ങൾ സംഭവിക്കുക? ഇപ്പൊ ആരും ലിസ്റ്റിലില്ല. ഇതിനു മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന, കേരളത്തിൽ നടന്ന ഈ വോട്ടർ ID പുതുക്കല് 2002-ലാണ് നടന്നത്. 2002-ല് അവരുടെ പേരുണ്ടെങ്കിൽ, അവരുടെ മാതാപിതാക്കളുടെ പേരുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ അന്ന് പേരില്ലാത്ത ആളുകൾ, 40 വയസ്സിന്റെ ഒക്കെ താഴെയുള്ള ആളുകൾക്ക് അന്ന് പേരുണ്ടാകില്ല. അന്ന് പേരില്ലാത്ത ആളുകള് വോട്ടർ ID-യിൽ പേര് അവർക്ക് ചേർക്കണമെങ്കിൽ ഈ പറയുന്ന നിയമ വ്യവസ്ഥിതികളെ അവർ കൃത്യമായി പാലിച്ചിരിക്കണം എന്നർത്ഥം. അതില് നമുക്ക് എവിടെയെങ്കിലും ഒരു അശ്രദ്ധ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വോട്ടർ ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടാകില്ല.